നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം, പക്ഷേ ഏറ്റവും കുറച്ച് ചർച്ച ചെയ്തപ്പെട്ടു പോകുന്ന ഒരു പ്രശ്നമാണ് CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷയുടെ OSM, ഓൺ സ്ക്രീൻ മാർക്കിങ്ങും മറ്റൊന്ന് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നതും. ഈ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നതിനെ തുടർന്ന് രാജ്യത്തെമ്പാടുമായിട്ട് കുറേ കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം വരുന്നു. ഞെട്ടിക്കുന്ന വിവരമാണ് ശരിക്കും. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം, അത് നമ്മളെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഒരു ആകാംക്ഷ ചതുർവേദി എന്ന് പറയുന്ന ഒരു 18 വയസ്സുകാരി. ആ കുട്ടി ഒരു വളരെ സാധാരണ വീട്ടിൽ ജനിച്ചതാണ്. അതെ, ലോണൊക്കെ എടുത്താണ് ആ കുട്ടിയെ. അതാണ് ഏറ്റവും വലിയ ദുരന്തം. അതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴാണ് മകളുടെ എൻട്രൻസ് തയ്യാറെടുപ്പുകൾക്കായിട്ട് പിതാവ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി 3 ലക്ഷം രൂപ വായ്പ എടുത്തു. മധ്യപ്രദേശിലെ മൗഗഞ്ചി സ്വദേശിയാണ്. ഇതിലൊക്കെ ഹൃദയസ്പർശി ആ കുട്ടി എഴുതിയ കത്ത് ആത്മഹത്യാക്കുറിപ്പാണ്. ആ ആത്മഹത്യാക്കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത്: അമ്മേ, അച്ഛാ, മകൾ പഠിച്ച് ഡോക്ടറാകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ നീറ്റ് വീണ്ടും എഴുതാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചു. ആദ്യ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. വീണ്ടും എഴുതിയാൽ വിജയിക്കുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് നാഗ്പൂരിലെ വീട്ടിൽ വെച്ച് മെയ് 20 ഈ കുട്ടി ആത്മഹത്യ ചെയ്തു. ഇതൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചു. വളരെ പാവപ്പെട്ട വീട്ടിലൊരു കുട്ടി കഷ്ടപ്പെടും. നമുക്ക് നാളെ ഭാവിയിൽ ലഭിക്കാവുന്ന നല്ലൊരു ഡോക്ടറായിരിക്കും നഷ്ടപ്പെട്ടത് ഇതിലൂടെ. ഇന്ത്യ കണ്ട ഏറ്റവും മോശം വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഒരാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹത്തെ മാറ്റാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിസ്റ്റം കൊന്നതാണ് എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ചോണം. നമ്മുടെ ഈ ഇതിനകത്ത് ഒരു കമ്പനി ഇതിന് കരാർ കൊടുത്തിരുന്ന കമ്പനി, ആ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ പോലും ഇവർ തയ്യാറായിട്ടില്ല. അപ്പം ആ കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്താൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, നേരത്തെ അവർക്കെതിരെ പരാതികൾ ഉയർന്നിട്ടുള്ളതാണ്. നേരത്തെ ആരോപണ വിധേയരായ സ്ഥാപനമാണത്. അതാണ്. എന്നിട്ട് അവർക്ക് തന്നെ കരാർ കൊടുത്തതിന്റെ പിന്നിൽ എന്തോ കുഴപ്പം നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണല്ലോ. എന്തോ ക്രമക്കേടുണ്ട്. മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ ജീവൻ പന്താടിക്കൊണ്ട് കുഞ്ഞുങ്ങളെ നിരന്തരം ഒന്നിനു പുറകെ ഒന്നായിട്ട് ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടുകൊണ്ട് പോകുന്ന CBSE അതാണല്ലോ സംഭവിച്ചത്. CBSE നമ്മൾ കണ്ടില്ലേ, എത്ര 100 മാർക്കിന് 100 കിട്ടേണ്ട കുട്ടിക്ക് 7 മാർക്ക് കിട്ടുക എന്നുള്ള ഭീകരമാവസ്ഥ സംഭവിച്ചില്ല അവിടെ. അത് മാത്രമല്ല, CBSEയുടെ സൈറ്റിൽ കയറി എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ്. മൂന്ന് ചെറുപ്പക്കാർ പിള്ളേർ, അതായത് 15ഉം 18ഉം വയസ്സുള്ള 3 പിള്ളേർ അതിനകത്ത് കയറി ഇതിൻ്റെ പിഴവുകളെല്ലാം കണ്ടുപിടിച്ച് അങ്ങോട്ട്. ശരിക്കും പറഞ്ഞല്ലോ, അത് ഗംഭീര സംഭവമാണ്. ആ ചെറിയ പിള്ളേർ ഇത് കണ്ടുപിടിച്ചു എന്നുള്ളത്. എന്താണ് ഇതിൻ്റെ പിഴവ്? എല്ലാ കൃത്യം കണ്ടുപിടിച്ച് അവരത് സമൂഹ മാധ്യമങ്ങളുടെ പുറത്ത് കൊണ്ടുവരികയും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ലോകം അറിഞ്ഞത്. അപ്പം നമ്മൾ ഈ നീറ്റ് പരീക്ഷയിൽ ഓരോരുത്തരെ നമുക്കറിയാവുന്ന നീറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികളെ നമ്മൾ മിക്കതും ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കും. അല്ലെങ്കിൽ ഇവർ അച്ഛനമ്മ കേന്ദ്ര സർക്കാർ ജീവനക്കാരോ കേരള സർക്കാർ അല്ലെങ്കിൽ തന്നെ നമ്മുടെ പ്രൈവറ്റ് കമ്പനികൾ ഉയർന്ന ഇതിൽ. എന്നാൽ ഈ രണ്ടും കൽപ്പിച്ച് വീടുമൊക്കെ പണയപ്പെടുത്തി, ഭൂമി പണയപ്പെടുത്തി, കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി വായ്പയൊക്കെ എടുത്ത് ഇവരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ അച്ഛൻ്റെ അമ്മയുടെ ഒരു ആത്മവിശ്വാസം എൻ്റെ മകൾക്ക് അത് സാധിക്കും എന്നുള്ളതാണ്. അല്ല, അതാണ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. നമ്മൾ തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി IFS ഇപ്പം കിട്ടിയ ശ്രീജ എന്നാണ് ആ പേര്. ആ കുട്ടി എത്ര കഷ്ടപ്പെട്ടാണ് ആ പാവപ്പെട്ട വീട്ടിലായിട്ട് പോലും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ് ആ കുട്ടി പഠിച്ചത്. സഹോദരനും അങ്ങനെ പഠിക്കുന്നത്. പക്ഷെ അവർ പരമാവധി അവരെ സാമ്പത്തികമായ അങ്ങേറ്റം പരിമിതി ആണ്, അതിനകത്ത് നിന്നുകൊണ്ട് ആ കുട്ടിയെ പഠിപ്പിച്ച് കുട്ടി നല്ലതിലെത്തി. അതുപോലെ ഈ ആകാംക്ഷയുടെ കാര്യത്തിലും ഒരുപക്ഷെ അതുപോലെ പഠിപ്പിച്ചായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അച്ഛനും അമ്മയ്ക്കും ആ മകളിൽ വിശ്വാസം അർപ്പിച്ചാണ് അവർ ആ ലോൺ എടുത്തത്. ഈ മകൾ പഠിച്ച് വലിയ ആളായി വരും എന്നുള്ള ഉറപ്പ്. മകളും അച്ഛനമ്മമാരുടെ ആ ആത്മവിശ്വാസം കണ്ടുകൊണ്ടാണ് പഠിച്ചത്. കാരണം എനിക്ക് ഇത്രയും പണം എടുത്തു തരുന്നു, അപ്പം ഞാനിത് പഠിച്ച് ജയിച്ചില്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എന്ത് വലിയ കഷ്ടത്തിലേക്കും കടത്തിലേക്കും പോകും എന്ന് കരുതിയാണ് ആ കുട്ടി പഠിച്ചത്. അത് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഭയങ്കര ആഹ്ലാദമാണ്. കാരണം നന്നായിട്ട് അഡ്മിഷൻ കിട്ടുമെന്നുള്ള രീതിയിൽ. അത് എത്ര വർഷത്തെ 2 വർഷത്തെ കഠിന പരിശ്രമമാണ്. ആ പകൽ ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച് പരിശ്രമിച്ച് വന്നതാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഉമ്മ ഒരു ഒറ്റ ദിവസം കൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. ഇത് മൊത്തം തട്ടിയേര് എന്ന് പറയുന്നത്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തവരും ഇത് വാങ്ങിയവരുമായിട്ടുള്ള ആൾക്കാരെ മാത്രം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവരുടെ പരീക്ഷാ റിസൾട്ട് മാത്രം ഡീബാർ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഇത് ചെയ്താൽ പോരെ എന്നുള്ളതാണ് എൻ്റെ സംശയം. അല്ല, മാത്രമല്ല കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ വകുപ്പുകളിലും മന്ത്രിമാർ വളരെ പ്രൊഫഷണൽസാണ്. വളരെ ഭംഗിയായി രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വലിയൊരു ബ്ലാക്ക് മാർക്കായി മാറുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിദ്യാഭ്യാസ വകുപ്പ്. ഈ
ഈ HRD വകുപ്പ്. ഇതൊരു ഭയങ്കരമായ ഒരു മോശം ഇമേജ് ലോകത്തിന് മുന്നിൽ സൃഷ്ടിക്കും. കാരണം ഇന്ത്യ എല്ലാ മേഖലയിലും നമ്മൾ വൻ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ആ രാജ്യത്തിൻ്റെ അടിത്തറ ഉണ്ടാക്കേണ്ട ഒരു മേഖലയിൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുകയും കുട്ടികൾ ആത്മഹത്യം ചെയ്യുക എന്ന് പറയുമ്പോഴേ ഇന്ന് പണ്ടത്തെ പോലെ ലോകം മുഴുവൻ വാർത്തയെത്തും. ലോകത്ത് എല്ലാവരും ഇതറിയും. നമുക്ക് ഇന്ത്യക്ക് സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ മാനക്കേടാണത്. ഈ നീറ്റ് പരീക്ഷ കൊണ്ട് നമ്മൾ അതിൻ്റെ പേരിൽ കുറച്ച് പേര് ആത്മഹത്യ ചെയ്യുന്നു. അത് അങ്ങനെ അതിൻ്റെ തൊട്ട് പുറകെയാണ് CBSEയിലെ ഓൺലൈൻ ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന് പറയുന്ന വളരെ ശാസ്ത്രീയമെന്ന് വേണേൽ നമുക്ക് പറയാമെങ്കിൽ പോലും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ അത് വിജയകരമായി പരീക്ഷ നോക്കിയതിന് ശേഷമാണ് അത് തുടങ്ങാൻ. പരീക്ഷ നടത്തേണ്ട കുട്ടികളെ പുറത്തല്ല, അതാണ് അവർ ചെയ്തത്. കുട്ടികളെ വെച്ച് അവർ പരീക്ഷ നടത്തി. നമ്മൾ കണ്ടതില്ല, ഒന്നും വായിക്കാൻ പോലും വ്യക്തമല്ലാത്ത ഈ ഒരു ആൻസർ ഷീറ്റിൽ എങ്ങനെയാണ് അധ്യാപകർ മാർക്ക് ഇടുക? എന്നിട്ട് അവസാനം ഇതിൻ്റെ റിവാലുവേഷൻ കൊടുക്കുമ്പോൾ 100 രൂപയ്ക്ക് വരെ 8000 രൂപ 10000 രൂപയ്ക്ക് അവരുടെ വെബ്സൈറ്റ് എഴുതി കാണിക്കുന്നു. അപ്പോൾ ഇതൊന്നും നോക്കാൻ അവിടെ കാര്യമില്ലേ? നമ്മളെ രാജ്യത്തിൻ്റെ അടിത്തറ നമ്മുടെ സ്കൂളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാനങ്ങളും വിദ്യാഭ്യാസവും ഒക്കെയാണ്. ഇത് കണക്കാക്കാതെ ഇമ്മാതിരി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരവാദികളെ നിർബന്ധമായി അവരെ ജയിലിലടയ്ക്കണം. അതാണ്. അതുപോലെ ഈ CBSEയുടെ സൈറ്റ് പോയിട്ട് ഓരോ ദിവസവും ഈ പേപ്പർ എടുപ്പിക്കുന്ന സമയത്തും അതുപോലെ റിവാലുവേഷൻ അപേക്ഷിക്കുന്ന സമയത്തും എല്ലാം സൈറ്റ് പോയി ഇത് ഹാക്ക് ചെയ്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തൊരു ബാലിശമായിട്ടുള്ള മറുപടികളാണ് ഇവരുടെ. ഇല്ല, വിശദീകരണം എന്താ പറയുക, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളൊക്കെ നല്ല അറിവുള്ളവരാണ്. അവർക്ക് സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്. അതാണ് മറ്റേ 3 കുട്ടികൾ അവിടെ കയറി കണ്ടുപിടിച്ചതാണ്. അതിൽ നമ്മൾ ആ കുട്ടികളുടെ പ്രൊഫൈൽ വായിച്ചപ്പോൾ എല്ലാവരും ഈ +2 കഴിഞ്ഞവന്മാരേ ഉള്ളൂ. അവന്മാർ നല്ല എക്സ്പേർട്ടാണ്, ഓൺലൈൻ എത്തിക്കൽ ഹാക്കിങ്ങിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. നമ്മളെ വീട്ടിൽ നമുക്ക് മൊബൈൽ സംശയം നമ്മളെ മക്കളെല്ലാം കൊടുക്കുന്നത് അവരപ്പോൾ പരിഹരിച്ചില്ല എന്താണെന്നുള്ളത്. അതുപോലെ അവർക്കിതൊക്കെ അറിയാം. വെറുതെ അവരുടെ മുന്നിൽ ഇത് ഹാക്ക് ചെയ്താണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതാണ് നമ്മുടെ കരുത്ത്. വിദ്യാധനം മഹാധനം നമ്മളെപ്പോഴും പറയല്ലേ. പക്ഷേ അതൊന്നും ചിന്തിക്കാതെ ഇത് ചൂണ്ടിക്കാട്ടിയ ഒരു കൊച്ചു പയ്യനെ 10-17 വയസ്സുള്ള ഒരു പയ്യനും പറയാം രാജ്യദ്രോഹിയാണ്, പാകിസ്ഥാനിലോട്ട് വിടണമെന്നാണ്, പാകിസ്ഥാനിലോട്ട് വിട്ടോളാനാണ് പറയുന്നത്. രാജ്യദ്രോഹി അതൊക്കെ ഒരു മോശം ഒരു ആറ്റിറ്റ്യൂഡാണ്. കാരണം ഈ ഉള്ള കാര്യം കണ്ടുപിടിച്ച് പറയുന്ന ആരെങ്കിലും അത് രാജ്യവിരുദ്ധമാണെന്ന് ചിത്രീകരിക്കുക, ഇവനെല്ലാം പാകിസ്ഥാനിൽ പറഞ്ഞയക്കണം എന്നും പറയുന്നതൊക്കെ തന്നെ ഒരു ശരിയായ നടപടിയല്ല. മാത്രം നമ്മൾക്കിത് ലോകത്തിന് മുന്നിൽ നമ്മൾ ഇന്ത്യ മോശക്കാർ, നമ്മൾ മറ്റെല്ലാ മേഖലയിലും നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ രാജ്യം മാറിക്കൊണ്ടിരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇത് ചെയ്യണം ശരിയല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു അഴിച്ചുപണി കേന്ദ്രമന്ത്രിസഭയിൽ വരുന്നുണ്ട്. ഈ വരുന്ന കൂട്ടത്തിൽ ഈ ധർമ്മേന്ദ്ര പ്രധാനെ ഫസ്റ്റ് ഇതിലായിട്ട് കളയണം. അയാൾ മന്ത്രിയാന്ന് പറഞ്ഞ് ഇരുന്നിട്ട് പോലെ ഇപ്പം നമുക്കൊരു അബദ്ധം പറ്റി, ഇപ്പം ഓൺ സ്ക്രീൻ മാറ്റുന്ന ഒരു വിഷയമുണ്ട്, ഉടനെ അത് പരിഹരിക്കാനല്ലേ ശ്രമിക്കേണ്ടത്. ഇത് തുടരെ CBSEയുടെ സൈറ്റ് ഡൗൺ ആകുന്നു. ഇവർ 100 രൂപയുടെ പിന്നെ റീവാലുവേഷനുള്ള ഫീസ് 200 രൂപ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ 28,000 രൂപയുടെ ഫീസ് അടയ്ക്കാൻ പറയാൻ വരുന്നു. ഇങ്ങനെ സാങ്കേതികപരമായ തെറ്റുകൾ വരുന്നു, ടെക്നിക്കൽ പരമായ തെറ്റുകൾ വരുന്നു. ഇതൊന്നും നേരിടാൻ കഴിയാത്തവണ്ണം തീർത്തും ദുർബലമാണോ ഇവിടുത്തെ ഇന്ത്യയിലെ ഈ CBSE എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സിലബസ്? ഈ ഒരു അവസരത്തിൽ സുഷമ സ്വരാജിനെയൊക്കെ നമ്മൾ ഓർത്തു പോവുക. ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടല്ലോ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നേഴ്സുമാർ ഇറാഖിൽ കുടുങ്ങിയ സമയത്തൊക്കെ ഉണ്ടല്ലോ, അവർ ഉറങ്ങിയിട്ടില്ല എന്നാണ്. അവർ രാത്രി മുഴുവൻ അവർ ഉണർന്നിരുന്ന് ഇവിടുന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവരെ ഫോൺ ചെയ്യുന്നത് രാത്രി 2 മണിക്ക് 3 മണിക്കാണ്. അവർ റെഡിയായിരിക്കുകയാണ്. അവരെല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യണം. അവർ വേറെ ആരും സെക്രട്ടറി ഏൽപ്പിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയല്ല ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ നമുക്ക് വേണം. സത്യത്തിൽ ഈ ധർമ്മേന്ദ്ര പ്രധാനൊക്കെ കണ്ടുപഠിക്കണം അതുപോലെയുള്ള മന്ത്രിമാർ. കുട്ടികളുടെ ജീവിതമാണ്, അവരുടെ ജീവനാണ്, ഭാവിയാണ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവിയാണ് ഇത് ദോഷകരമായി ബാധിക്കുന്നത്. എന്തായാലും ഈ നാഗ്പൂരിൽ നിന്നുള്ള ഈ 18 വയസ്സുകാരി ആകാംക്ഷ ചതുർവേദി വളരെ വലിയൊരു വേദനയാണ്. ആ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കും വലിയ കണ്ണ് നിറഞ്ഞു. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ വിഷമം തന്നെ ഉണ്ടായി. ഇത്തരം സംഗതികൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്.